ഹായ് എവ്രി വൺ വെൽക്കം ടു കെംഫോക്സ്. അപ്പോൾ നമ്മുടെ ജൂലൈയിൽ നടക്കാനിരിക്കുന്ന സെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജാനുവരിയിൽ നടന്നിരിക്കുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ 10-ാം തീയതി വരെ ആ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ നോക്കാം. First one, identify the correct order of bone dissociation energy of halogens. ഹാലജൻസിൻ്റെ കേസിലുള്ള ബോൺ ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബോൺ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആയിരിക്കാം. കാരണം ഇവർ തമ്മിൽ ഉള്ള ബോണ്ട് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആണ്. ദാൻ ക്ലോറിൻ, പിന്നെ വരുന്നത് ബ്രോമിൻ ആൻഡ് ഫൈനലി അയഡിൻ ആൻഡ് അയഡിൻ. അപ്പോൾ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ബോൺ ഡിസോസിയേഷൻ എനർജി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക ഫ്ലൂറിൻ്റെ ബോൺ ഡിസോസിയേഷൻ എനർജി കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫ്ലൂറിൻ്റെ അകത്തുള്ള ലോൺ പെയർസും അടുത്തായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള റിപ്പൾഷൻ കാരണം ഈ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോൺ ഡിസോസിയേഷൻ എനർജി വരുന്നത് ക്ലോറിനായിരിക്കും. പിന്നെ വരുന്നത് ബ്രോമിൻ ആയിരിക്കും. പിന്നെയാണ് ഫ്ലൂറിൻ വരുന്നത്. ദെൻ അയഡിൻ ബോണ്ടിൻ്റെതായിരിക്കും. ഓക്കെ, സോ ബോണ്ട് ഡിസോസിയേഷൻ എനർജീൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത് ക്ലോറിൻ ബോണ്ടിനാണ്. പിന്നെ വരുന്നത് ബ്രോമിൻ, ദെൻ ഫ്ലൂറിൻ, ദെൻ അയഡിൻ. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെക്കുക. ഇത് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റനും കൂടിയാണ്. സെക്കൻഡ് ക്വസ്റ്റൻ, വിച്ച് എലമെന്റ് ഹാസ് ദി അറ്റോമിക് നമ്പർ 100? സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആൻസർ വരുന്നത് ഫെർമിയാണ്. ഫെർമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ആണ് 100 വരുന്നത്. പിന്നെ കാലിഫോർണിയത്തിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത് 98 ആണ്. ഐൻസ്റ്റീനിയത്തിൻ്റെത് വരുന്നത് 99 ആണ്. അതേപോലെ മെൻഡലീനിയത്തിൻ്റെ വരുന്നത് 101 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ, ഷേപ്സ് ഓഫ് HCF2, HCF4 ആൻഡ് HCF6 ആൻഡ് ഓൾസോ HCOF4. ഇതിൻ്റെയൊക്കെ ഷേപ്പ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റെറിക് നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഷേപ്പ് നമുക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്റ്റെറിക് നമ്പർ അല്ലെങ്കിൽ ഹൈബ്രിഡ് നമ്പർ എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ പറയുന്നത് സ്റ്റെറിക് നമ്പർ ഓർ ഹൈബ്രിഡ് നമ്പർ. ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് ½ × V + M - C + A. ഓക്കെ, ഇതിൽ V എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആണ്. അതേപോലെ M എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോണോ വാലൻ്റ് ആറ്റംസ്. വാലൻസി 1 വരുന്ന ആറ്റത്തിൻ്റെ എണ്ണമാണ് ചോദിക്കുന്നത്, വാലൻ്റ് ആറ്റംസ്. ദെൻ C എന്ന് പറയുന്നത് കാറ്റോണിക് ചാർജ് ആൻഡ് ഫൈനലി A എന്ന് പറയുന്നത് ആനിയോണിക് ചാർജ് ആണ്. ഇനി ഡിഫറെൻറ്റ് സ്റ്റെറിക് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷനും ജോമെട്രിയും കൂടി നമുക്കൊന്ന് നോക്കാം. സ്റ്റെറിക് നമ്പർ 2 ആണ് വരുന്നതെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP ആയിരിക്കും. ജോമെട്രി വരുന്നത് ലീനിയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ SP രണ്ടാണല്ലോ ഉള്ളത്, 2 ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. അതാണ് സ്റ്റെറിക് നമ്പർ 2 എന്ന് പറയുന്നത്. 3 ആണെങ്കിലും 3 ഓർബിറ്റൽസ് ഉണ്ടാവും, അതുകൊണ്ട് SP2. സോ ട്രയാഗണൽ പ്ലാനർ ആണ് ജോമെട്രി. 4 ആണെങ്കിൽ SP3 ആവാം, SP2D ആവാം, അല്ലെങ്കിൽ DSP2 ആവാം. ആൻഡ് ടെട്രാഹെഡ്രൽ ആയിരിക്കും SP3 ആണെങ്കിലുള്ള ജോമെട്രി. അതേപോലെ സ്ക്വയർ പ്ലാനർ ആണെങ്കിൽ DSP2 അല്ലെങ്കിൽ SP2D ആയിരിക്കും ഹൈബ്രിഡൈസേഷൻ വരുന്നത്. അടുത്തത് സ്റ്റെറിക് നമ്പർ 5 വരുമ്പം SP3D ആണ് ഹൈബ്രിഡൈസേഷൻ. ട്രയാഗണൽ ബൈപിരമിഡലാണ് നമ്മുടെ ജോമെട്രി വരുന്നത്. സ്റ്റെറിക് നമ്പർ 6 ആവുന്ന സമയത്ത് SP3D2 വരും. ജോമെട്രി വരുന്നത് ഒക്ടാഹെഡ്രൽ ആയിരിക്കും. സ്റ്റെറിക് നമ്പർ 7 ആണ് വരുന്നതെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വരുന്നത് SP3D3 ആണ്. ജോമെട്രി വരുന്നത് പെൻറ്റഗണൽ ബൈപിരമിഡലാണ്. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ഓരോ മോളിക്യൂൾ എടുത്തൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ HCF2. ഓക്കെ, ഇത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ അറിയെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ½ × V + M - C + A, ഇതാണ് ഇക്വേഷൻ വരുന്നത്. സോ ഇവിടുത്തെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 8 ആണ്. സോ 8 പ്ലസ് നമ്പർ ഓഫ് മോണോ വാലൻ്റ് ആറ്റംസ് 2 ആണ് വരുന്നത്. ഫ്ലൂറിൻ മോണോ വാലൻ്റ് ആണ്. ദെൻ വേറെ ചാർജ് ഒന്നും പ്രത്യേകിച്ചില്ല, കാറ്റോണിക് ചാർജോ ആനിയോണിക് ചാർജോ പ്രസൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ 8 + 2 മതി. സോ 5 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. സോ 5 ആണെങ്കിൽ ഏതായിരിക്കും ജോമെട്രി വരുന്നത്? നമ്മുടെ TBP, ട്രയാഗണൽ ബൈപിരമിഡൽ ആണ്. ഹൈബ്രിഡൈസേഷൻ വരുന്നത് SP3D ആണ്. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഷേപ്പ് ആണ് അല്ലേ.
അപ്പോൾ ഇവിടെ നമുക്ക് sp3dക്ക് കറസ്പോണ്ടിങ് ആയിട്ട് TBP ആണ്. കാരണം എല്ലാ പെയറും ബോണ്ട് പെയർ ആണെങ്കിലാണ് നമുക്ക് ട്രയാഗണൽ ബൈപിരമിഡൽ ജോമെട്രി കിട്ടുന്നത്. ഇവിടെ നമുക്ക് 2 F ആറ്റംസ് ആണ് വരുന്നത്. സോ HCക്ക് ചുറ്റും 2 F ആറ്റംസ് വന്നു. ബാക്കിയുള്ള പ്ലേസിൽ ലോൺ പെയർസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ 3 ലോൺ പെയറും വരും. അതുകൊണ്ട് തന്നെ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ആണ്. എക്സ്പെക്റ്റഡ് ജോമെട്രി എന്ന് പറയുന്നത് ട്രയാഗണൽ ബൈപിരമിഡൽ ആണ്. അടുത്ത മോളിക്യൂൾ വരുന്നത് HeF4 ആണ്. അപ്പോൾ സ്റ്റെറിക് നമ്പർ കാണുന്ന സമയത്ത് 1/2 × 8 + 4 വരും. സോ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. അപ്പോൾ നമ്മുടെ ജോമെട്രി എക്സ്പെക്റ്റ് ചെയ്യുന്ന ജോമെട്രി എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ sp3d2 ആയതുകൊണ്ട് തന്നെ ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് 4 ഫ്ലൂറിൻ ആറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 എണ്ണം നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ലോൺ പെയർ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആണ് നമ്മുടെ ജോമെട്രി വരുന്നത്. അടുത്തത് HeF6 ആണ്. സോ സ്റ്റെറിക് നമ്പർ കാണുന്ന സമയത്ത് 1/2 × 8 + 6 വരും. സോ നമുക്ക് 7 ആണ് കിട്ടുന്നത്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3d3 ആയിരിക്കും. 6 ഫ്ലൂറിൻ ആറ്റംസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ 6 എണ്ണം വന്നു. പക്ഷെ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3d3 ആണല്ലേ. അതുകൊണ്ട് തന്നെ ഒരു പെയർ നമുക്കവിടെ ലോൺ പെയർ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജോമെട്രി എന്ത് വരും? ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് വൺ HeOF4. സോ ഇവിടെ സ്റ്റെറിക് നമ്പർ കാണുന്ന സമയത്ത് സ്റ്റെറിക് നമ്പർ ഈസ് ഈക്വൽ ടു 1/2 × then 8 തന്നെയാണ്. then 4 ഇലക്ട്രോൺസ് 4 Fe ആണ് വരുന്നത്. സോ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ പോസിബിൾ ആയിട്ടുള്ളത് 6 ആണ്. സോ sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ്. എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് 4 ഫ്ലൂറിനും 1 ഓക്സിജനും അങ്ങനെയാണ് ആ കോംബോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വരക്കാം? 4 ഫ്ലൂറിനെ നമുക്ക് സ്ക്വയർ പ്ലാനാറിൻ്റെ 4 കോർണറിലാക്കി വെക്കാം. ദെൻ ഡബിൾ ബോണ്ടോ പിന്നെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ലോൺ പെയർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡൽ ആയിരിക്കും. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രിയും ഷേപ്പും ഡിഫറെൻ്റ് ആണ്. സോ നമ്മളോട് ജോമെട്രി ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒക്ടാഹെഡ്രലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി എന്ന് പറയുന്നത്. അതേസമയം ഷേപ്പാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്വയർ പിരമിഡൽ ആയിരിക്കും മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് വരുന്നത്? ലീനിയർ, സ്ക്വയർ പ്ലാനാർ, ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ, സ്ക്വയർ പിരമിഡൽ. സോ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ വരുന്നത് ഡി ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് ഏതൊരു മൊളിക്യൂൾ തന്നാലും അതിൻ്റെ സ്ട്രക്ചറും അതേപോലെ ഹൈബ്രിഡൈസേഷൻ കാണാൻ പറ്റുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ പെരിസൈക്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യനിൽ ഹീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം അത് മിക്കവാറും പെരിസൈക്ലിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ് നടക്കുന്നത്. കാരണം ഇവിടെ നമുക്കൊരു ഹെട്രോ ആറ്റം പ്രസന്റ് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഡബിൾ ബോണ്ടും പ്രസന്റ് ആണ്. സോ 1, 2, 3 ആൻഡ് ഇവിടുത്തെ ആറ്റം 1, 2 ആൻഡ് 3. ഓക്കെ, സോ എന്ത് സംഭവിക്കും? ഈ ഒരു ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡബിൾ ബോണ്ട് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. സോ ഇത് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, നമുക്കിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. അതായത് ഈ ഒരു അറ്റാക്ക് അത് നമുക്ക് ഇങ്ങനെ സങ്കല്പിച്ച് നോക്കാം. ഈ സൈഡിൽ കൂടെയാണ് വരുന്നതെങ്കിൽ സെയിം ആണ്, മാറ്റമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ് ഫോം ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടുത്തെ നമ്മുടെ ആറ്റംസ് വരുന്നത് 1 ഈ ഒരു ആറ്റം വരും, ഫസ്റ്റ് 1, ദെൻ സെക്കൻഡ് 1, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് 6th. അപ്പോൾ നിങ്ങൾക്കൊരു 6 മെമ്പേർഡ് റിംഗ് ഫോം ചെയ്യും. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും നമ്പർ ചെയ്ത് നോക്കുക. എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ നമ്പർ ചെയ്താൽ മതി. 1, 2, 3, 4, 5 ആൻഡ് 6. ഓക്കെ, സോ നമുക്ക് ഇവിടെ 1 കൊടുക്കാം, 2, 3, 4, 5 ആൻഡ് 6. ഇനി ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ തേർഡ് ആറ്റം ഇവിടെ ആയിട്ടുള്ള ഈ ഒരു ബോണ്ട് ഓൾറെഡി ബ്രോക്കൺ ആണ്. ഇനി ഈ ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതായത് 6ഉം പിന്നെ അടുത്ത മൊളിക്യൂൾ വരുന്നത് 6ഉമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടൊരു കാർബൺ ഉണ്ട്. ആ കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് O ആണ് വരുന്നത്. സോ നമുക്കത് വരച്ചു കൊടുക്കാം. ഇവിടെ 6th കാർബണിൻ്റെ മേലെ ഒരു ബോണ്ട് വന്നു, ഈ ഒരു ബോണ്ട്. ദെൻ ഒരു ബോണ്ട് എക്സ്ട്രാ ഉണ്ട്. സോ അതിൽ ഡബിൾ ബോണ്ട് O. ഓക്കെ, അത്രയും നമുക്ക് കിട്ടിയല്ലോ. ഇവിടുത്തെ
ഈ ഒരു 1 ഉം 1 ഉം തമ്മിലുള്ള ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡബിൾ ബോണ്ടാണ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്ത് സംഭവിക്കും? ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ 2ഉം 3ഉം തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചറാണ് നമുക്ക് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഒരു 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് B5H9? B5H9ന്റെ സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഏത് മൊളിക്യൂൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ബോറോണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണം സെയിം ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? B5H5 എന്ന് കിട്ടും. പിന്നെ ബാക്കി 4 ഹൈഡ്രജൻ ഉണ്ട്, അത് നമുക്ക് 4- ആയിട്ട് കൊടുക്കാം. സോ ഇതെന്ന് പറയുന്നത് BnHn 4- എന്നുള്ള ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി നിഡോ ആയിരിക്കും സ്ട്രക്ചർ വരുന്നത്. നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് തോറിയം ആൻഡ് യുറാനിയം ആർ. ഇതിൻ്റെ ആൻസർ വരുന്നത് തോറിയത്തിൻ്റെ കേസിൽ +4ഉം അതേപോലെ യുറാനിയത്തിൻ്റെ കേസിൽ +6ഉം ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സോഡിയം ആൻഡ് ഓക്സിജൻ ഇൻ Na2O2. നമുക്കറിയാം സോഡിയത്തിന് ആകെ കൂടെ Na+, ഈ ഒരൊറ്റൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ മാത്രമേ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. +1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. അപ്പോൾ സോഡിയം +1 ആണെങ്കിൽ നമുക്ക് Na2O2 ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് 2 +1 + 2H = 0. സോ 2H എന്ത് വരും? -2 എന്ന് വരും. സോ H is equal to -1. So each oxygen atom carries a -1 charge. Okay, so answer വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ CFSE delta for COCl6 4- is 18,000 centimeter inverse. Then CFSE delta for COCl4 2- is. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ നമുക്കറിയാം COCl6, അപ്പോൾ 6 ലിഗാൻസ് ആണ് വരുന്നത്. സോ COCl6 4- എന്ന് പറയുന്നത് ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. അതിൻ്റെ CFSE വാല്യൂ ഇൻ ഡെൽറ്റ 18,000 തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് COCl4 2-, ഇതിൻ്റെ CFSE ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് 4 ക്ലോറിൻ വരുന്ന സ്പീഷീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. സോ സെയിം മെറ്റലും സെയിം ലിഗാൻഡും, ഇത് Cl ആണ് കേട്ടോ, സെയിം മെറ്റലും സെയിം ലിഗാൻഡും വരുന്ന കേസിൽ നമുക്ക് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിലുള്ള CFSE എന്ന് പറയുന്നത് = 4/9 ഡെൽറ്റ O. ഒക്ടാഹെഡ്രലിൻ്റെ CFSEൻ്റെ 4/9 ആണ്. സോ 4/9 × 18,000 എന്ന് വരും. ഓക്കെ, സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 8,000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സെയിം മെറ്റലും സെയിം ലിഗാൻസും ഇൻവോൾവ് ആയിട്ടുള്ള ടെട്രാഹെഡ്രൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന് മാത്രമേ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ FeH2O 6 × 3+. സോ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അയേണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +3 ആണ്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അയൺ എന്ന് പറയുന്നത് 4s2 3d6 ആണ്. സോ അയൺ 3+ ആവുന്ന സമയത്ത് 4s നിന്ന് 2 ഇലക്ട്രോൺസും അതേപോലെ ഡിയിൽ നിന്നും 1 ഇലക്ട്രോണും കൂടി പോയി 3d5 ആയിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇനി നമുക്ക് വരച്ചു നോക്കാം. ഇവിടെ ആണെങ്കിൽ ഈ വാട്ടർ എന്ന് പറയുന്നത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് ഫോർ അയൺ 3+. അതുകൊണ്ട് തന്നെ പെയറിങ് നടക്കില്ല. സോ 1 2 3 4 5 ഇതൊരു ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് കറക്റ്റ് അബൌട്ട് ദ സ്പീഷീസ് CN-, Cl- ആൻഡ് CO ലിഗാൻസ്. ലിഗാൻസിന്റെ നേച്ചർ ആണ് ചോദിക്കുന്നത്. സ്ട്രോങ് ഫീൽഡ് ആണോ വീക്ക് ഫീൽഡ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് മാർക്ക് ചെയ്യാം. ഇവിടുത്തെ CN- അതേപോലെ തന്നെ CO എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആണ്. അതേസമയം ക്ലോറിൻ എന്ന് പറയുന്നത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യും. താങ്ക്